ഇശൽ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. 1872 മോയിൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുള്ള ഒരു പ്രണയകാവ്യമാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. മഹാസിൻ രാജാവിൻ്റെ മകൾ ഹുസ്നുൽ ജമാലും മന്ത്രിപുത്രൻ ബദറുൽ മുനീറും തമ്മിലുള്ള പ്രണയമാണ് ഇതിൻ്റെ ഇതിവൃത്തം. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്നുള്ള കാവ്യം സൂഫി ചിന്തകളുമായി തട്ടിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആരംഭ ഇശലിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ വരികൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പൂമകളാണേ ഹുസ്നുൽ ജമാൽ പുന്നാരത്താരമികന്തേ ബീവി ഹേമങ്ങൾ മെത്ത് പണി ചിത്തിരം ആഭരണക്കോവാണിന്തേ ബീവി നാമങ്ങൾ എണ്ണി പറഞ്ഞാൽ തീരാ നവരത്ന ചിങ്കാരം പൂണ്ടേ ബീവി കാമന കാഴ്ചക്കതൃപ്പമെന്താ കത്തും തക്കുത്തിൽ മരുങ്ങും ബീവി മരതകത്തുകിലും എറിഞ്ഞുടുത്ത് മാണിക്യ കൈരണ്ടറിന്തു വീശി പരുക്കിത്തലാടിയും കുനിത്ത് പെരുമാൻ കഴുത്തും ചെരിത്തും കൊണ്ട് കരിപ്പൊളിടത്തും വലത്തിട്ടു നീ കൺപിരിവെട്ടി ചുഴറ്റിടലിൽ വരിനുൽമദനം തരിത്ത് നോക്കും പവിഴപ്പൊൻ ചുണ്ടാലെ പൊഞ്ചിരിത്തും പുഞ്ചിരിത്തന്ന നടച്ചായലിൽ പൂമാന തേവി വരവു തന്നിൽ തഞ്ചങ്ങൾ ജിന്നുമനുവർ കണ്ടാൽ തൻബോധം വിട്ടു മതപ്പെടുമേ പഞ്ചവർണ്ണ കിളി രാജപൂമാൾ പിരിശമ്പതരുൽ മുനീറെ കൊള്ളേ നെഞ്ചകക്കടലിൽ തിളച്ച ഹുബ് നേശം പിരിയാതിരിക്കും ഹാലിൽ പൂമകളാണേ ഹുസ്നുൽ ജമാൽ പുന്നാരത്താരം മികന്തേ ബീവി ഹേമങ്ങൾ മെത്തേ പണി ചിത്തിരം ആഭരണക്കോവാണിന്തേ ബീവി.